നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. 4 മാസത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ ഗൾഫിൽ ദുരിതമനുഭവിക്കുകയായിരുന്ന ഗദാമ സാവിത്രിയെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് ഗൾഫ് ന്യൂസ് വീക്ക്. ഗൾഫ് ന്യൂസ് വീക്ക് ബിഗ് ഇമ്പാക്റ്റ്. എല്ലാ പ്രേക്ഷകർക്കും ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ 1.5 വർഷമായി സൗദിയിൽ നരകിച്ച ഗദാമ സാവിത്രി ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഇടപെടലിൽ നാട്ടിലെത്തി. ഭക്ഷണവും ശമ്പളവുമില്ലാതെ അറബിയുടെ വീട്ടുജോലി ചെയ്തിരുന്ന തൃശൂർ തള്ളിക്കുളം സ്വദേശി സാവിത്രിയുടെ സങ്കടങ്ങൾ ഗൾഫ് ന്യൂസ് വീക്കാണ് പുറത്തു കൊണ്ടുവന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സൗദി അറേബ്യയിലെ ഹൈലിലെ സാമൂഹ്യ പ്രവർത്തകൻ അസീസ് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. ഇതേ തുടർന്ന് ജോലി ചെയ്ത മുഴുവൻ മാസത്തെ ശമ്പളവും കഫീൽ ലഭ്യമാക്കിയതിനെ തുടർന്നാണ് സാവിത്രി നാട്ടിലേക്ക് തിരികെ എത്തിയത്. സാവിത്രിയുടെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എങ്ങനെയാണ് സാവിത്രി അവിടെ എത്തിപ്പെട്ടതെന്നും എന്താണ് സാവിത്രിക്ക് സംഭവിച്ചതെന്നും സാവിത്രി തന്നെ പറയട്ടെ. സൗദിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി പുറത്തേക്ക് വന്ന സാവിത്രിക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. പിന്നെ നേരെ ജീവൻ ടിവിയുടെ ഓഫീസിലേക്ക്. ഉള്ളിലൊതുക്കിയതെല്ലാം കരച്ചിലായി മാറി. സാവിത്രി, എന്താ ജീവൻ ടിവിയോട് പറയാനുള്ളത്? വളരെയധികം നന്ദിയുണ്ട് എന്നെ രക്ഷപ്പെടുത്തിയത്. അവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ മരണമാണ്, കാണത്തില്ല, എൻ്റെ വീട്ടുകാരും കാണത്തില്ല. എൻ്റെ മക്കളെ എല്ലാം എൻ്റെ ആളുകളാണെങ്കിൽ അവരെ കാണാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കെന്നെ അറിയുന്നില്ല. ആരാണ് എന്താണ് ചെയ്യുന്നത്, തലക്കുളത്ത് എന്താ നടക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നും കരയുമായിരുന്നോ? എന്നും കരയും. എനിക്ക് ഉറങ്ങുമ്പോഴൊന്നും ഉറക്കം കിട്ടത്തില്ല. അവർ വന്ന് എന്താ എന്നെ ചെയ്യാന്നില്ല. എനിക്ക് ലാസ്റ്റ് എനിക്ക് പേടിയായത് തന്നെ പറയാൻ പറ്റാത്ത രീതിയിലാണ് അത്. നാട് കാണുമെന്ന് വിചാരിച്ചിരുന്നു? നാട് കാണുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെയാണ് അല്ല എന്നെ കാട്ടിക്കൂട്ടിയതല്ല. അവിടെ നിന്നവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ചാടിപ്പോയവരാണ്. ശരിക്കും അവർ ശമ്പളം കൊടുത്ത് അവർ നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. 2ാം ജന്മമാണതല്ലേ? ഞങ്ങൾ ഈ ഒരു കൈയും വെച്ച് ആള് എന്തെല്ലാം ചെയ്തു. ആരൊക്കെ അവിടെ നിന്നവരൊക്കെ ചെയ്തിട്ടുള്ളത്. തലയടിച്ച് പൊട്ടിച്ച് എന്തെല്ലാം ചെയ്തവർ. ഞാൻ വേല ചെയ്ത് കഷ്ടപ്പെട്ട് രാവും പകലില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ വേല ചെയ്ത് പൈസ ഇല്ല, എനിക്ക് ഒന്നുമേ ഇല്ലാതെ. അവര് കരയല്ലേ? അവര് ഉപദ്രവിക്കായിരുന്നോ? അവരടിക്കും. കാരണങ്ങളൊന്നുമില്ലാതെയാണ് അവർ അടിച്ചിരുന്നത്. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അവരെല്ലാം പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അവരെന്തിനാ എന്നെ അടിക്കുന്നു? എന്തിനാ ബാബ എന്നെ അടിക്കുന്നത്? എന്തിനാ എന്നെ അടിക്കുന്നത്? ഇഞ്ചി എന്നെ കൊല്ലും അന ബാബ ചൊല്ലിയതാ. yalla ana mauta baba yendi ana romla. ഒറ്റ ഡ്രസ്സ് പോലും തന്നില്ല. അവര് ഒരു ഡ്രസ്സ് പോലും എടുത്ത് തന്നിട്ടില്ല. അവര് ഒന്നും എടുത്തു തന്നിട്ടില്ല. ഒരു ഭക്ഷണം അവര് ഒരു കോഴി 2 പീസ് ആക്കിയിട്ട് 1 പീസ് അവർ വെക്കത്തുള്ളൂ. അത് അവർ ഭക്ഷണം കഴിച്ചിട്ട് അതിലുണ്ടെങ്കിൽ അത് ഇറച്ചിയൊന്നും ഉണ്ടാവില്ല, കൊഞ്ചം ചോറുണ്ടാവും. അത് ഞാൻ കഴിക്കും. അത് കഴിക്കാൻ നേരത്ത് അവരെന്തെങ്കിലും ഒരു കാരണങ്ങൾ പറഞ്ഞ്, അതല്ലെങ്കിൽ പുള്ളികൾ മൂത്രം ഒഴിച്ചു അല്ലെങ്കിൽ അപ്പിട്ടു എന്ന് പറഞ്ഞു കണ്ടിട്ട് അവർ എന്നെ വിളിക്കും. എന്നിട്ട് ഞാനത് പിന്നെ ക്ലീൻ ചെയ്തിട്ട് പിന്നെയും വന്നിരിക്കും. പിന്നെ എന്നെ വിളിക്കും, ശാന്തി 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 എന്നാണ് ഓളിട്ട് വിളിക്കും. അങ്ങനെ വിളിച്ചിരുന്നത്. ഓശു ബാബ അനാക്കിൽ
ഏയ് 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 ബാബ ഇല്ല, കുളിക്കാൻ 9 ദിവസം എത്തുമ്പോൾ കുളിക്കാൻ പറ്റത്തുള്ളൂ. ഇവരെ പുള്ളികളെ നോക്കണം, ഇവരെ പുള്ളികളെ അവരാരുമേ നോക്കത്തില്ല. ഈ പുള്ളികളിട്ട് ഞാൻ എങ്ങനെ കുളിക്കാൻ പോകും? ഇവിടെ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഒരു ആശ്വാസമായിരുന്നോ? ആശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ മനസ്സിലെല്ലാം ടെൻഷൻ കരച്ചിലോടുകൂടിയാണ് അവൾ സംസാരിക്കാറ്. ഞാൻ നാട് കാണാൻ പറ്റുന്നില്ല, എന്നെ രക്ഷപ്പെടുത്തണം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം, ആരും എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുള്ള രക്ഷപ്പെടുന്നില്ല. ഞാൻ ലാസ്റ്റ് ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഒന്നും നീ നോക്കണ്ട, ഞാൻ രക്ഷപ്പെടില്ലടി. അവൾ പറഞ്ഞു, നീ അങ്ങനെ പറയല്ലേ. അവൾ എന്നോട് ചൊല്ലി. വളരെയധികം നന്ദിയുണ്ട് ജീവിതത്തിൽ എന്നെ ഇവിടെ നാട്ടിലെത്തിച്ചതും എന്നെ ജീവനോടെ കിട്ടിയതും എല്ലാം ജീവനോട് എനിക്ക് നന്ദി പറയാനേ ഉള്ളൂ. അങ്ങനെ പോട്ടെ. ജീവനോടെ കിട്ടുമെന്ന് വിചാരിച്ചില്ല ഞാൻ. മരിച്ചാലും എൻ്റെ നാട്ടിലേക്ക് എത്തിക്കില്ല അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റബ്ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, കഷ്ണങ്ങളാക്കി ഇതിനെ ഇസ്ബാലയിലിട്ട് ആരും അറിയത്തില്ല. സാവിത്രിയുടെ ഭർത്താവിനും മകനും അനിയത്തിക്കും ബന്ധുക്കൾക്കും സങ്കടം അടക്കാനായില്ല. ജീവൻ ചാനല് എല്ലാവരോടും, മെമ്പർമാരെ എല്ലാവരോടും നന്ദി പറഞ്ഞു. ഇങ്ങനെ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജീവൻ ചാനലിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സാഹചര്യം കൂടെ എത്തിയായി. വളരെ നന്ദിയുണ്ട് അമ്മേനെ കൊണ്ടുവന്നതിൽ. മാഡത്തിനോട് നല്ല നന്ദിയുണ്ട്. അസീസ് കാർഡും വളരെ വളരെ നന്ദിയുണ്ട്. അമ്മ ഞാൻ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതിൽ അമ്മേനെ കണ്ട ഒരു സമാധാനമായി. ഞാൻ എയർപോർട്ടിൽ നിൽക്കാൻ തന്നെ പെട്ടെന്ന് തന്നെ അമ്മേനെ കണ്ടു. അപ്പോൾ അമ്മ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പോൾ ശരിക്കും മനസ്സിലായത് അവിടെ നിന്ന് വരുന്നുണ്ടപ്പോൾ ഒരാൾ കൂടെ വരുന്നുണ്ടായി ഇങ്ങോട്ട്. അച്ഛനെ കണ്ടപ്പോൾ വേഗം മനസ്സിലായി അമ്മയ്ക്ക്. എന്നെ കണ്ടില്ല പെട്ടെന്ന്. പ്രതീക്ഷ ഉണ്ടായിരുന്നു ജീവൻ ടി വിയിൽ വന്നു. അങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പോൾ ഓരോരുത്തരെ രക്ഷപ്പെടുത്തുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ സൗദിയിലായ കാരണം ഇത്തിരി ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വളരെയധികം സന്തോഷമായി. വീട്ടിലെ പട്ടിണി അകറ്റാൻ സൗദി അറേബ്യയിലേക്ക് വീട്ടുജോലിക്ക് പോയ സാവിത്രിക്ക് കൊടും പീഡനമായിരുന്നു അനുഭവിക്കേണ്ടി വന്നത്. അറബികളുടെ കുട്ടികളെ നോക്കിയും വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തും തീർത്തും അവശയായ സാവിത്രിക്ക് വല്ലപ്പോഴുമാണ് ഭക്ഷണം ലഭിച്ചിരുന്നത്. ഭക്ഷണം ചോദിച്ചാൽ കാർക്കിച്ച് തുപ്പും. നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഒരു ഡ്രസ്സ് മാത്രം ധരിച്ച് ഒന്ന് കുളിക്കാൻ പോലും ആവാതെ കഴിഞ്ഞത് 1.5 വർഷത്തോളമാണ്. എങ്ങനെയാണ് സാവിത്രി അവിടെ എത്തിപ്പെട്ടതെന്നും എന്താണ് സംഭവിച്ചതെന്നും സാവിത്രി തന്നെ പറയട്ടെ. എങ്ങനെയാണ് ഇവിടുന്ന് സാവിത്രി അങ്ങോട്ട് പോകണം? അവിടം വരെ എത്തിയത് എങ്ങനെയാ? ഇവിടെ ആരാണിത് പറ്റിച്ചു കൊണ്ടുപോയ? സൂറത്ത എന്ന് പറയുന്ന ആളാണ്. അവർക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നെ ഒരു ദിവസം വിളിച്ചപ്പോൾ നിങ്ങൾ ആരാണ്? ഞാൻ സൂറത്തയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഗൾഫിന് പോകണമെന്ന് പറഞ്ഞു കേട്ടു. ഗൾഫിന് പോകുന്നുണ്ട്, പാസ്പോർട്ടുണ്ടോ? പാസ്പോർട്ടൊക്കെ ഞാൻ പൈസ കൊടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഗൾഫിന് കൊണ്ടുപോകുന്ന ആളാണ്. നിങ്ങളെങ്ങനെയുള്ള ആളാണ് പറഞ്ഞത്? ഞാനെങ്ങനെയുള്ളത് മലയാളി. നിങ്ങൾക്ക് എന്തായാലും വിശ്വാസമില്ലേ? വിശ്വാസം പറഞ്ഞാൽ കുറേ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ വീട്ടിലുള്ളവരോടും പറഞ്ഞു, അങ്ങനെ വിളിച്ചു നല്ല ആളാണെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് വിളിപ്പിച്ചു സംസാരിച്ചപ്പോൾ ശരിക്കും അവർ സത്യാവസ്ഥ പോലെയാണ് സംസാരിച്ചത്. അപ്പം മനുവിനോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞു. ഇവനായിട്ട് സംസാരിച്ചു സുഹൃത്ത്. അവന് 25,000 രൂപ മേടിച്ച് തരാം, നിനക്ക് സ്ഥലമില്ല, വീടില്ല, അപ്പോൾ നിനക്കത് ഉണ്ടാക്കാം, അതുപോലെ നിനക്ക് നീ രക്ഷപ്പെട്ടാൽ നിൻ്റെ മക്കളെയും രക്ഷപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട്. വീട്ടിലെ ദാരിദ്ര്യം കൊണ്ടാണോ സാവിത്രി പോയത്? അതെ, വീട്ടിലെ ദാരിദ്ര്യം കൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ പോയതാണ്. എനിക്ക് 2 സെൻറ്റ് സ്ഥലവും ഇല്ല. എൻ്റെ മക്കളെ ഞാൻ മരിച്ചാലും എൻ്റെ മക്കളെ വേറൊരാളെ ആക്കി കൊടുക്കണം. എൻ്റെ രീതി അവർക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പോയത്. എന്നിട്ട് എങ്ങോട്ടാ കൊണ്ടുപോയി ഇവർ? എന്നിട്ട് എന്ത് ചെയ്തു? എങ്ങനെ കൊണ്ടുപോയി? എവിടേക്ക് കൊണ്ടുപോയി? അവർ എന്നിട്ട് പറഞ്ഞു എത്ര ഡേറ്റ് പറഞ്ഞവർ. ആ ഡേറ്റിന് അവിടെ വന്ന് ഒരുങ്ങിയിരുന്നോ
വസ്ത്രം ഒന്നും കൊണ്ടുപോകണ്ടെന്ന് പറയും. അപ്പോൾ വസ്ത്രം ഒന്നും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ചെന്ന വശം എനിക്കറിയാം, ഏതൊരു വീട്ടിൽ ശമ്പളത്തിന് കൊണ്ടുപോയാലും ഡ്രസ്സൊന്നും അപ്പം തന്നെ ആരും തരില്ല എന്ന്. ഞാനത് കടം വാങ്ങിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് തയ്ച്ച് മിനിറ്റ് വെച്ച് തയ്ച്ച് മേടിച്ച് എല്ലാ ഡ്രസ്സും കൊണ്ടുപോയി. അത് കയറി ഒരു ഓട്ടോറിക്ഷയും കൊണ്ടുപോകാൻ തന്നത് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു ഓട്ടോറിക്ഷയാണ്, ഗൾഫിന് പോകുന്ന ഓട്ടോറിക്ഷയാണെന്ന് പറഞ്ഞു. അതിനെന്താ ഓട്ടോറിക്ഷയിൽ പോയാൽ നമുക്ക് പിന്നെ ട്രെയിനിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പറഞ്ഞു കൊണ്ടുവന്നാക്കാൻ ആരാ വരുന്നത്? പറഞ്ഞു എൻ്റെ ഹസ്ബൻഡും ഉണ്ട് എൻ്റെ മക്കളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ വണ്ടിയും കൊണ്ടുവന്നു. ഒരു സ്ത്രീ വേറെയും ഉണ്ടായിരുന്നു, തത്ത എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആങ്ങളുടെ മകൾ ഉണ്ടായിരുന്നു. പോയി. എവിടേക്കാ പോയത്? എവിടേക്ക് പോയത്? അല്ല, ട്രെയിൻ കയറി ബോംബെക്ക് ചെന്നു. അവിടെ താമസിച്ചു. 4 ദിവസം അവിടെ താമസിച്ചു. 5-ൻ്റെ അന്ന് അവർ 4 മണിക്ക് പ്ലെയിൻ. 4 മണിക്ക് പ്ലെയിൻ 3:45 അവർ നിസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നിസ്കരിക്കാൻ പോകണം, ഈ നേരത്ത് നിസ്കരിക്കാൻ പോകണം. പറഞ്ഞു അപ്പോൾ വരുമെന്ന് വിചാരിച്ചു ഞാനും താത്തമാനും വരും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ സാറ് വന്നു, അവിടുത്തെ സാറ് വന്നിട്ട് ചോദിച്ചു സൂറത്ത് എവിടെ പോയി? പറഞ്ഞു സൂറത്ത് നിസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. സാറ് നിസ്കരിക്കാൻ പോവേ ഈ നേരത്തെ? നിസ്കാരം നിങ്ങൾ 4 മണിക്ക് പ്ലെയിൻ, എന്ത് പണി അവർ ചെയ്തേ എന്ന് പറഞ്ഞു. ഈ ഓഫീസിലെ സാറിൻ്റെ ഒരു മകനും ഉണ്ടായിരുന്നു, ഈ സാറും ഉണ്ടായിരുന്നു, ബോംബെയിലെ സാറാണ് ഉണ്ടായിരുന്നത്. അവർ പ്ലെയിൻ കയറ്റിയിട്ട് അവിടെ ചെന്നപ്പോ എന്താ പ്ലെയിനിലൊക്കെ കേറിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ലില്ല, ആദ്യമായിട്ട് കയറിയതാണ്. ചേച്ചി അതുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. പക്ഷെ അവർ ഒന്നിച്ച് പോയിട്ട് പ്ലെയിൻ ഇറങ്ങി അവർ എവിടേക്കാ തിരിഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്നെ കൊണ്ടുപോകുന്ന വേറൊരു ഡ്രൈവറെ കാറ് കൊണ്ടുവന്നാണ് എന്നെ കയറ്റി കൊണ്ടുപോയത്. അപ്പോൾ അയാളെന്തോ അറബിയിൽ സംസാരിക്കുന്നത്, ആദ്യമായിട്ടാണ് ഞാൻ അറബി കേൾക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളാണെങ്കിൽ കണ്ടാൽ പേടിയാവും, എവിടേക്കാ കൊണ്ടുപോകണമെന്ന് തന്നെ അറിയില്ല. കാറിൽ നിന്നിട്ട് ഭയന്നിരിക്കുകയാണ് ഞാൻ. ഒറ്റ ചേച്ചിനെ വേറൊരു ഡ്രൈവർ കൊണ്ടുപോയി, അത് എവിടേക്കാണ് കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. എന്നിട്ട് എവിടേക്കാ ചെന്നത്? അതിൽ ചെന്നത് ഇയാളുടെ വീട്ടിലേക്കാണ്, അറബിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അന്ന് തുടങ്ങി അത് ചെന്നന്ന് സ്നേഹമാണ് പറയാം. ചെന്ന് കയറിയപ്പോൾ തന്നെ അയാൾ ഒരു പ്രാന്തൻ്റെ പോലെയാണ് ഇങ്ങനെ ചെന്ന് കയറിനോട് തന്നെ ഇരുന്നിരുന്നത്, ഒരു പേപ്പർ നോക്കി ഇങ്ങനെ ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇയാൾക്ക് പ്രാന്തണ്ടാ എന്ന് എൻ്റെ മനസ്സിൽ ടെൻഷൻ കയറി എനിക്ക്. ഇയാളെ അത്ര മുഷിഞ്ഞ വേഷത്തിലാണ് ഇരുന്നത്. അവരുടെ വീട് 1 വർഷമായി പൂട്ടിയിട്ടിരിക്കുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നെ എന്തോ മെക്കിൻസ് ആയത് കസിൽ ചെയ്യാൻ വേണ്ടി മെക്കിൻസ് എടുത്തുകൊണ്ടാൻ പറഞ്ഞു. അപ്പോൾ ഇവർ അടിച്ചു വാരുന്ന സാധനത്തിന് മെക്കിൻസ് എന്ന് പറയും, ഇത് മെക്കിൻസ് ഉണ്ട് അതിനും പറയും മെക്കിൻസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടിച്ചു വാരുന്ന മെക്കിൻസ് കൊണ്ടുവന്നു. അപ്പോൾ അതെടുത്തു പറഞ്ഞു ഇതാണ് ബാബ എന്ന് ഞാൻ ചൊല്ലി. ഇതാണ് ബാബ. ലാ 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 അതല്ല ഉശ്വാദാണ് എൻ്റെ പുറകെ. അപ്പോൾ ഞാനത് അതുകൊണ്ട് ഓടി മെഷീൻ വെക്കാൻ എൻ്റെ പുറകെ വന്നത് ഞാൻ കണ്ടില്ല. അവരാ അടിച്ചു വാരുന്ന മെക്കിൻസ് ഇരുമ്പ് വടിയാണ്, അതുകൊണ്ട് ആഞ്ഞടിച്ചു കണ്ടേരം അടിച്ചു. ബാബ അന അടിക്കുന്നു, അന മെക്കിൻസ് ലാ ഇൻഷാദാന മെക്കിൻസ് മിഷൻ മെക്കിൻസ് അതൊക്കിതല്ലേ ഉഷു ബാബ അന അടിക്കുക ഓടാതറിയുക മെക്കിൻസ് ഓടിഞ്ഞു. അതവിടെ ഓടിയുന്നവരെ അത് മുറിഞ്ഞു വീഴുന്നവരെ അടിച്ചു. സാവിത്രിയുടെ ഈ ദുരിതകഥ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സാവിത്രിയുടെ അനിയത്തി വാസന്തിയാണ്. വാസന്തി സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വികലാംഗയായ ചേച്ചിയെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി സഹോദരി വാസന്തിയാണ് ജീവൻ ടിവിയെ സമീപിച്ചത്. ജീവൻ ടിവിയോട് ഒരുപാട് നന്ദിയുണ്ട്. സുമിത മാഡത്തിനോട് പ്രത്യേകിച്ചും ഈ ജീവൻ ടിവിയിലെ എല്ലാ ആൾക്കാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ തുടക്കം കുറിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞാൻ പണിക്കണ വീട്ടിൽ എൻ്റെ ചേച്ചീന് ഇതൊരു വഴികാട്ടിയായി വന്നത്. അയാൾക്കൂടി ഞാൻ ജീവൻ ടിവിയിൽ വന്നതും ജീവൻ ടി വി ആയിട്ട് പരിചയപ്പെട്ടതും. ജീവൻ ടി വി ആയി പരിചയപ്പെട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞ് വന്നപ്പോൾ അന്ന് രാത്രി തന്നെ സൗദിയിലുള്ള അസീസ് സാർ എന്നെ വിളിച്ചു, എന്നെ സമാധാനിപ്പിച്ചു. തൻ്റെ ചേച്ചിന് ഞാൻ
രക്ഷപ്പെടുത്തി തരാമെന്ന് എനിക്കൊരു വാക്കും തന്നു. ജീവൻ ടി വിക്കാരനും തന്നു വാക്ക്. പേടിക്കേണ്ട, ഒരു കാരണവശാലും പേടിക്കേണ്ട, ചേച്ചിയുടെ നാട്ടിൽ എത്തിച്ചു തരാനുള്ള എല്ലാ ഇതും ഞങ്ങൾ ചെയ്തു തരാമെന്ന് എന്നോട് പറഞ്ഞു. ആ ധൈര്യത്തിൽ ഞാൻ ഇരുന്ന് ഒരു ഫോൺ നമ്പറിൽ മാത്രമാണ് ഞാൻ ഈ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. വേറൊരു രേഖയും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല ഭയപ്പാടും ഉണ്ടായിരുന്നു. സന്തോഷമുണ്ടോ ഇപ്പോൾ? ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. സാഹചര്യം രണ്ടാം ജന്മം തന്നെയും തിരിച്ചു കിട്ടിയിട്ടുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. തീരെ ഈ നാട് കാണില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. അത്രയ്ക്കും ഇതില്ലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ജീവൻ ടി വിയും അസിസ്റ്റുള്ളതുകൊണ്ട് എനിക്ക് എന്നെ ഞാൻ തന്നെ ഒരു രോഗിയായി മാറിയിരുന്നു ഈ സംഭവത്തിൽ. ഇപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാവിത്രിയുടെ സങ്കടങ്ങൾ ഗൾഫ് ന്യൂസ് വീക്കിലൂടെ ഞങ്ങൾ പുറത്തുവിട്ട ഉടൻ സൗദി അറേബ്യയിലെ ഹൈലിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഞങ്ങൾക്ക് തുണയായത്. അദ്ദേഹം സാവിത്രിയുടെ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. അദ്ദേഹമാണ് സാവിത്രിയെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് നൽകിയത്. വാർത്ത ഗൾഫ് ന്യൂസ് വീക്കിലൂടെ പുറത്തുവിട്ട ഉടൻ ഹൈലിലെ സാമൂഹ്യ പ്രവർത്തകനായ അസീസ് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ജീവൻ ന്യൂസിൽ ഗൾഫ് ന്യൂസ് ഞാൻ വാർത്ത കേൾക്കുകയും ഹൈലിൽ തൃശ്ശൂരുകാരിയായ 43 വയസ്സുള്ള സാവിത്രി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ ബുദ്ധിമുട്ടുന്നതായി ഞാൻ കേൾക്കുകയും ഉടനെ തന്നെ ഞാൻ ജീവൻ ന്യൂസുമായി ബന്ധപ്പെടുകയും ജീവൻ ന്യൂസിലെ സുബിത സുകുമാരനുമായി ബന്ധപ്പെടുകയും അവരുടെ ഫുള്ള് കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുകയും ഉടനെ തന്നെ സാവിത്രി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ നമ്പർ തരികയും ഞാൻ അവരുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഉടനെ തന്നെ ഇവിടുത്തെ നിയമവകുപ്പുമായി ബന്ധപ്പെട്ട് അവരെ എത്രയും പെട്ടെന്ന് പുറത്ത് ചാടിക്കാനുള്ള എല്ലാ സഹായവും ഇവിടുത്തെ നിയമവകുപ്പ് എനിക്ക് നൽകുകയും ഉടനെ തന്നെ അവരെ തർഹീലിലെത്തിക്കുകയും തർഹീലിൽ നിന്ന് എത്രയും പെട്ടെന്ന് ശമ്പളമൊക്കെ ബാക്കി കൊടുക്കാനുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പിറ്റേ ദിവസം തന്നെ നാട്ടിലേക്ക് ഇവിടുത്തെ ഒരു സംഘടനയുടെയും സഹായത്തിന് നിൽക്കാതെ ഞാൻ കയറ്റിവിടുകയും ചെയ്തു. ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിലും സംഘടനകൾ കാത്തു നിൽക്കാതെ ഇപ്പോൾ MSS, KMCC, മറ്റുള്ള എത്ര സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കാത്തു നിൽക്കാതെ എത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലെയുള്ള അസീസ് പോലുള്ള പ്രവർത്തകരുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ പറ്റും. ഇതുപോലെ എല്ലാത്തിലും സഹകരിക്കണം. ഇതുപോലുള്ള സംഭവങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് ഞാൻ പറയുന്നു. അസീസ് സൗദി കോടതിയിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് നിരീക്ഷണം നടത്തി. തുടർന്ന് അറബിയുടെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട സാവിത്രിക്ക് തുണയായത് അസീസാണ്. പിന്നീട് തർഹീലിലേക്ക് മാറ്റിയ സാവിത്രിക്ക് അസീസ് എല്ലാ സഹായവും ചെയ്തു നൽകി. അസീസിന്റെ ഇടപെടലിൽ അറബിയുടെ വീട്ടിൽ ജോലി ചെയ്ത 8000 റിയാലും ലഭ്യമാക്കി. ഒപ്പം അസീസും സഹോദരിയും കുടുംബവും പുതിയ ഉടുപ്പും ഭക്ഷണ സാധനങ്ങളും വാങ്ങി നൽകിയാണ് സാവിത്രിയെ നാട്ടിലേക്ക് യാത്രയാക്കിയത്. എന്താ ഉണ്ടായ പിന്നെ അത് പറഞ്ഞു? അവിടെ അവർ 11 മണിക്ക് സാപ്പാടെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഈ പ്രസവിച്ച വീട്ടിൽ സാപ്പാടെല്ലാം കഴിഞ്ഞ് എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഞാനും മാലി എന്നൊരു പെണ്ണ് വേലക്കാരി അവിടുത്തെ വേലക്കാരിയാണ് എല്ലാം ക്ലീൻ ചെയ്ത് പറഞ്ഞു നമുക്ക് ഉറങ്ങാൻ പോവാടി മേലേക്ക് പോകാമെന്ന് പറഞ്ഞു. പറഞ്ഞു നീ പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പ്ലാൻ ഇട്ടിട്ടായിരുന്നു എൻ്റെ മനസ്സിൽ, നീ പോയിക്കോ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു എൽബസ് ഒരെണ്ണം അവിടെ താഴെ ഇരിക്കുന്നുണ്ടായി. അപ്പോൾ അതിങ്ങനെ കീസ് ഇതാക്കിയിട്ട് ഞാനിങ്ങനെ കസ്ലി മേലെയാണ് കസ്ലി. അപ്പോൾ അതായ രൂപത്തിൽ ഞാൻ ആ കീസ് എടുത്ത് ഇങ്ങനെ പിടിച്ച് മറയിൽ ഈ ചന്തയും ഞാൻ മറയിൽ കീസ് മറയിൽ വെച്ച് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് ആക്കിക്കൊണ്ട് വാതിൽ മെല്ലെ തുറന്ന് അവരെല്ലാം കഴിഞ്ഞ് സംസാരിച്ച് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ പോയത്. പിന്നെ അവരെന്നെ അന്വേഷിക്കില്ല, ഞാൻ ഉറങ്ങാൻ പോയെന്ന് അവർ വിചാരിക്കും. അപ്പം ഞാൻ അങ്ങനെ തിരിഞ്ഞ് ഡോർ തുറന്ന് മെല്ലെ തുറന്ന് പുറത്തേക്ക് പോയി. എന്നിട്ട് പുറത്തേക്ക് അവർ പോയത് ഒരു ഹോട്ടൽ ചെന്ന് കയറി, വലിയ ഹോട്ടലാണ്. അവിടെ ചെന്ന് കയറി അവിടെ ചെന്ന് കരഞ്ഞോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടുത്തണം എന്നെ. അപ്പോൾ പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് ഞാൻ പുറത്ത് ചാടിയിരിക്കുകയാണ്, അവരെന്നെ കൊന്നു കളയും എന്നെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്താ സംഭവം? പൈസ കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊന്നും പറഞ്ഞാൽ അടി തന്നെ അടിക്കുകയാണ് അവരെന്തിനാ എന്നെ അടിക്കുന്നു? ഞാൻ പണി ചെയ്യുന്നില്ലേ, ഞാൻ പണി ചെയ്യാത്ത ആളല്ലല്ലോ, പിന്നെ അവരെന്തിനാ അടിക്കുന്നത്? അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ അറബികൾ അങ്ങനെയുണ്ട്, അറബികൾ പൈസയും കൊടുക്കില്ല, ഓരോന്നിനും അങ്ങനെ കൊല്ലുക. അങ്ങനെ പൈസ കൂടുതലാകുമ്പോൾ അവരെന്ത് ചെയ്യണത്? ശമ്പളം കൂടുതലാവുമല്ലോ, പൈസ നാട്ടിലേക്ക് അയക്കില്ലല്ലോ. അപ്പോൾ അത് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു.
പറഞ്ഞു നിങ്ങളെന്നെ രക്ഷിക്കണം, നിങ്ങളെന്നെ രക്ഷിച്ച് കാരണം പോലീസിൽ അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ അസീസ് കാർഡ് വിളിച്ചപ്പോൾ അസീസ് കാർഡ് ജോലി ഇത് എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. പക്ഷെ അവർ നമ്പർ തെറ്റിട്ടാണ് അടിച്ചെന്ന് തോന്നുന്നു. എന്നിട്ട് വേഗം സാവിത്രിയെ വിളിച്ചു അല്ലേ? അത് അവിടെ ഹോട്ടലുണ്ടായിരുന്നു, ഫോണിൽ നിന്നാണ് വിളിച്ചപ്പോൾ അവർ പോലീസിലേൽപ്പിച്ചു. പോലീസിൽ വെച്ചാൽ നമ്മുടെ ഈ ഇന്ത്യ അറബി പോലീസിനെ വിളിച്ച് അവരെല്ലാം കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എനിക്ക് അറബി അറിയാത്ത കാരണം അവരെല്ലാം സംസാരിച്ചു. അവരപ്പോഴേക്കപ്പോൾ വന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി അവിടെ എത്തിച്ചു. അപ്പോൾ എങ്ങനെയാണ് അസീസ് അവിടെ വന്നത്? അസീസ്ക്ക് വന്നത് ഇങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു, മൊബൈൽ നമ്പർ എടുത്തിട്ട് അതിലുണ്ടായിരുന്ന ഇതേപോലെ ഉണ്ടായിരുന്ന ആളുകളെ കൊണ്ട് വിളിച്ചു പറഞ്ഞു എവിടെയാണ് ഇപ്പോൾ ഇന്ന സ്ഥലത്താണ്, അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ വളഞ്ഞു വന്നിട്ടാണ് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. ഞാൻ ഇത് പെട്ടെന്ന് വരുന്നുണ്ട് പറഞ്ഞു. ബസ് വന്നു. എന്താ അസീസ് എന്തൊക്കെ സഹായം ചെയ്തു? അസീസ് അല്ലേ രക്ഷപ്പെടുത്തി? അതെ അസീസ്ക്കാരൻ മറക്കാൻ പറ്റില്ല. അസീസ്ക്കില്ല എന്നെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട, ഒന്നുകൂടി വിഷമിക്കേണ്ട, ഞാനവിടെ എത്തും, ഇത് കൊണ്ടുവരും പറഞ്ഞു. അസീസ്ക്ക എല്ലാം അവിടെ നിന്ന് പറഞ്ഞു കേട്ട് അയാളെ ഏൽപ്പിച്ച് കൊടുക്കരുത്, എന്നെ നാട്ടിലേക്ക് എത്തിക്കാൻ, ഡ്രൈവറെ ഏൽപ്പിക്കരുത്, അസീസ്ക്ക തന്നെ കൊണ്ടുവരണം പറഞ്ഞു. എന്നിട്ട് അസീസ്ക്ക എവിടെ ആക്കി? പിന്നെ അത് കഴിഞ്ഞ് അവിടെ തന്നെ നിന്നു. അവിടെ കുഴപ്പമൊന്നുമില്ല. അസീസ്ക്കട വേറെ അസീസ്ക്കട അളിയൻ അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. 25 വർഷം അവിടെ ജോലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്നെ ഒന്നും മേലൊന്നും ആർക്കും തൊടാനൊന്നും പറ്റിയിരുന്നില്ല. ഭക്ഷണം കിട്ടിയിരുന്നു, നല്ല രീതിയിലൊക്കെ അവർ സംസാരിച്ചു അങ്ങ് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങി തന്നോ? എങ്ങനെയാണ് നാട്ടിൽ? ഡ്രസ്സ് വാങ്ങി തന്നു. കാരണം ഡ്രസ്സ് ഒന്നുമില്ല പറഞ്ഞു. ഇല്ല, ഇത് ചന്ത മാത്രമുള്ള ഡ്രസ്സിനാണ് പറഞ്ഞാൽ ഡ്രസ്സ് വാങ്ങി തന്നു. പിന്നെ തണുപ്പിനിടാൻ. അപ്പോൾ അസിസ്ക്ക് വിളിച്ച നേരത്ത് ഞാൻ വിറച്ചിട്ട ചെന്നതാണ്. പറഞ്ഞു ഒന്നുമില്ല, തണുപ്പിനിടാനല്ലോ ഒന്നുമില്ല. അപ്പോൾ അസിസ്ക്ക് മേടിച്ചു വന്ന ഡ്രസ്സ് അവിടെ വെച്ചിട്ട് തന്നെ ഇടിയിച്ചു. നന്ദിയുണ്ട്, വളരെയധികം നന്ദിയുണ്ട്. മരിച്ചാലും മറക്കാൻ പറ്റാത്ത രീതിയിലാണ് അസിസ്ക്ക് എനിക്ക് ചെയ്തിട്ടുള്ളത്. ഈ ലോകത്ത് ഏതു കോണിലിരുന്നും നന്മ ചെയ്യുന്നവർക്ക് നല്ലത് ഭവിക്കട്ടെ. പുതുവർഷത്തിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നേരുന്നു. സാവിത്രിയുടെ അനുഭവങ്ങൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സ്വന്തം ഭാഷ പോലും മറന്നുപോയ സാവിത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. അവർ അവിടെ അനുഭവിച്ചത് അവർക്ക് മാത്രമേ അറിയൂ. കണ്ടും കേട്ടും നാം അറിഞ്ഞതല്ല അവർ അവിടെ അനുഭവിച്ചു തീർത്തത്. ഒരായുസ് മുഴുവൻ അനുഭവിക്കാനുള്ളത് 2 വർഷം കൊണ്ട് സാവിത്രി അനുഭവിച്ചു. എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു വീട്, നല്ല ഭക്ഷണം, നല്ല ജീവിതം, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, ഇവയൊക്കെ സാവിത്രിയും സ്വപ്നം കണ്ടു. പക്ഷേ തെരഞ്ഞെടുത്ത വഴി അതാണ് സാവിത്രിയെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത്. ഒരിക്കലും സ്വന്തം നാട് പോലും കാണാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ചിരുന്ന സാവിത്രിക്ക് ഇവിടെ എത്താൻ സാധിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് നിമിത്തമായത് ഞാനും ഹൈലിലെ സാമൂഹ്യപ്രവർത്തകനായ ആ നല്ല മനുഷ്യനുമാണ്, അസീസ്. ഒരാളെ കൂടി രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കാനായതിൽ വളരെയധികം സന്തോഷം. സാവിത്രിയുടെ 2ാം ജന്മമാണ് ഇത്. മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഗൾഫിലേക്ക് പറക്കാനൊരുങ്ങുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് സാവിത്രി. ഇനി ഒരു സ്ത്രീകൾക്കും ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും
നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@jeevan.tv. ടെലിഫോൺ നമ്പർ 8086009211. ജിമാഠ് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.